പൈശാചിക സഭകൾ ഉപേക്ഷിച്ച് മൈചർച്ചിന്റെ ഭാഗമായ ഡെറിക്കിന് പറയുവാനുള്ളത്. രക്ഷകന്റെ ഗീതം, പ്രത്യാശാ സംഗമവും മൈചർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമൊക്കെ കണ്ട നൂറുകണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇതേപോലെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ നാളുകളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മൈചർച്ച് ആഗ്രഹിക്കുന്നത് ഇന്ന് ലക്ഷക്കണക്കിന് ദൈവമക്കൾ ലോകമെമ്പാടും പല പല സഭകൾ എന്ന പേരിൽ അവരവരുടെ താരിപ്പുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെയെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിപ്പിക്കുക, ഒരിടയനും ഒരു ആട്ടിൻപറ്റവും എന്ന ദർശനം യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏക കാര്യം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. എൻ്റെ ഭവനം, എൻ്റെ ആലയം എന്ന് തീരുമാനിക്കുക. ഇതിനായി നിങ്ങൾക്ക് ₹1 പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല. മെമ്പർഷിപ്പോ മാസവരിയോ ദശാംശമോ എന്തിന് സ്തോത്രകാഴ്ച പോലും ഇവിടെയില്ല. ദൈവത്തെ വിളിക്കുവാൻ പണത്തിൻ്റെ ആവശ്യമില്ല എന്നറിയുക. ഇത് പണസമ്പാദനത്തിനോ വയറ്റിപ്പിഴപ്പിനോ ഉള്ള ഒരു ഉപാധിയല്ല. ഞങ്ങൾക്ക് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് പല പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലും ന്യൂ ജനറേഷൻ പൈശാചിക പ്രസ്ഥാനങ്ങളിലും പോവുകയും അവിടെയെല്ലാം അലഞ്ഞിട്ടും അവിടെയൊന്നും ക്രിസ്തുവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന ഡെറിക് എന്ന ചെറുപ്പക്കാരൻ മൈചർച്ചിനെ കുറിച്ച് അറിഞ്ഞ് വിളിച്ചത് കേൾക്കുക. എൻ്റെ പേര് ഡെറിക് എന്നാണ്. ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം എല്ലാം കാണാറുണ്ട്, ന്യൂസ് എല്ലാം കാണാറുണ്ട്. അപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെ വിളിക്കണമെന്ന് കരുതിയതാ. എന്തായാലും ആ രക്ഷകന്റെ ഗീതം അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്ത വളരെ നല്ല കാര്യം കേട്ടോ. താങ്ക് യു. ഞാൻ സത്യം പറഞ്ഞ പെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അതാ RC കാത്തലിക് ആയിരുന്നു പല വർഷങ്ങളായിട്ട്. എനിക്കൊരു 32ഓളം വയസ്സുണ്ട് ഇപ്പോ. പക്ഷേ ഇപ്പോഴാണ് കാര്യങ്ങൾക്കൊന്ന് തിരിച്ചറിവ് വന്നത്. കുറെ അനുഭവങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോയി ഇവന്മാരെല്ലാം കള്ളന്മാരെന്നൊക്കെ മനസ്സിലാക്കി ആണ് ആ ഒരു തിരിച്ചറിവൊക്കെ വന്നത്. ഞാൻ കുറെ കാര്യങ്ങൾ മിക്കതും നിങ്ങൾ ന്യൂസ് ചാനലിൽ പറയുന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഒന്നും അതിനകത്ത് ഫോൾസ് ആയിട്ട് ഒന്നും, ഈ എസ്പെഷ്യലി ക്രിസ്ത്യൻ ഇതിനെ പറ്റി, ഓരോ സഭകളെ പറ്റി, ഓരോ ഈ കള്ളന്മാരെ പറ്റി, പാസ്റ്റർമാരെന്ന് പറഞ്ഞ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അന്നേരം പലരും ഓർത്തേക്കുന്നത് ഇത് എന്തോ പെന്തക്കോസ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂ ജനറേഷൻ സഭകളോ എന്തോ ഒക്കെ ആണെന്നാണ് പലരും കരുതിയേക്കുന്നത്. അന്നേരം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്തരത്തിലുള്ള ഒരു സഭകളോ ഒന്നുമല്ല. ഇതൊരു ക്രിസ്ത്യൻ കൂട്ടായ്മയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക, വിശുദ്ധ വേദപുസ്തകത്തെയും യേശുക്രിസ്തുവിനെയും അപമാനിക്കുന്ന, കളിപ്പിക്കുന്ന, ഇതിനെ കച്ചവടമാക്കുന്ന ഈ പൈശാചിക പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഒരു നവീകരണ പ്രസ്ഥാനമാണിത്. അന്നേരം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നിതാണ്, ആദ്യം ദൈവം കുടികൊള്ളേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അതുപോലെ നമ്മുടെ ഭവനങ്ങൾ സന്തോഷവും സമാധാനവും ഉള്ളതായി മാറുമ്പോൾ അവിടെ ദൈവം കുടികൊള്ളും. അത് എൻ്റെ ഭവനം എൻ്റെ ആലയം. ഈ വേഷം കെട്ടി നടക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യരെങ്കിൽ, ക്രിസ്തുവിന്റെ പിൻഗാമികളെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒന്നിച്ചു നിന്നുകൂടാ? 45,000-ലധികം സഭകളുമായിട്ടും പെന്തക്കോസ്തെന്നും പ്രൊട്ടസ്റ്റന്റെന്നും പൗരോഹിത്യമെന്നും സുറിയാനിയെന്നും പല പല തലക്കെട്ടുകളോടെ ഒരുത്തന്റെ തമ്മിൽ കാണാൻ പറ്റത്തില്ല, പള്ളി കയറത്തില്ല. തമ്മിലടിക്കാതെ എന്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക? അങ്ങനെ ഉള്ളവരെ ഒരുമിക്കുക. അവരേത് സഭയിലുള്ളവരായിക്കോട്ടെ, അവർക്ക് മൈചർച്ചിന്റെ ഭാഗമാകാം. നമുക്ക് ക്രിസ്തുവിനെ വിളിക്കാൻ, ക്രിസ്തുവിനെ അറിയാൻ, വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ, നമുക്ക് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകുവാൻ ഇവരുടെ ആരുടെയും ലേബൽ വേണ്ട, അവരുടെ ആരുടെയും ഔദാര്യവും വേണ്ട. ഈ പ്രഖ്യാപനം ലോകത്തോട് നടത്തുവാനാണ് ഞങ്ങളിത് ഇപ്രകാരം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. മറ്റതെല്ലാം ഒരു മാഫിയാണ്. അതൊരു കൾട്ട് ഗ്രൂപ്പ്സ് ആണ് എല്ലാവരും. ഞാൻ റോമൻ കാത്തലിക് ഇതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറെ നാള് തങ്കുവിന്റെ അവിടെ പോയി, പുള്ളി ഇപ്പൊ അങ്ങനെയാണ്. പിന്നെ കുറെ നാള് അവിടെ ട്രിവാൻഡ്രത്ത് ഒരു സുരേഷ് ബാബു എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൾട്ട് ഗ്രൂപ്പ്സ് ആണ്. അതേപോലെ IPC പ്രസ്ഥാനം. കുറച്ചു നാള് ഞാൻ ഇവിടെ ദുബായിലായിരുന്നപ്പോ ഇവിടെ IPC ചർച്ചിന്റെ കുറച്ച് സ്ഥലത്ത് പോയി. ആ ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞ വ്യക്തിനോട് ഞാൻ ഈ ബൈബിള്, നമുക്ക് എവിടെ ജോലിയും പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ് ബൈബിളൊക്കെ ഇരുന്ന് വായിക്കാൻ സമയം, ഇവന്മാര് പറയണേ കേട്ടുണ്ടല്ലേ ഈ ജനങ്ങൾ മൊത്തം നടക്കണേ. ബൈബിൾ എടുത്ത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, പഴയ നിയമത്തിൽ ഈ തൈത്തും സ്തോത്രക്കാഴ്ചയൊക്കെ നമ്മൾ ആ ജനത്തിന് വേണ്ടിയിട്ടാണ് അവര് വിഭാഗിച്ചു കൊടുത്തത്. അവരെല്ലാരും ഒത്തുകൂടിയിട്ട് ഫീസ്റ്റ് ആഘോഷിക്കുകയായിരുന്നു. ആ ഇയർലി 2 ടൈപ്പ് തൈത്ത്. അതൊക്കെ വെരി ഇൻഫോർമേറ്റീവ് ആണ്. ആ വീഡിയോസ് എല്ലാം ബ്രദറിലൂടെ ഇട്ടത്.
ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. പറഞ്ഞേ ഇതുപോലെ വേദപുസ്തകം പറഞ്ഞുകൊണ്ട് ഇവരുടെ ദൈവം വയറെന്ന്, ഇവന്മാരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇവന്മാര്, അതായത് ഭൂമിയെ കുരിഞ്ഞൊരു ഇവന്മാരൊരു പണി ചെയ്യത്തില്ല, ഇവന്മാർക്ക് വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ ഒരു പണി ചെയ്യത്തില്ല, ഇവന്മാര് ദൈവവേല എന്ന് പറഞ്ഞ് ദൈവത്തിനിട്ട് വേല വെക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവന്മാര്. അന്നേരം ഇത്തരം ഈ പൈശാചിക പ്രവർത്തകന്മാരെ ജനങ്ങൾ തിരിച്ചറിയാനും അവർക്ക് അത്തരത്തിലൊരു വെളിച്ചം പകരാനും രാവിലെ നേരം വെളുക്കുമ്പോഴേ എന്താ പറഞ്ഞ വെളുപ്പിനെ അവനവൻ വീട്ടിലിരുന്ന് വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് അവനവന്റെ കർമ്മം ചെയ്യുക. ഇവന്റെ പൈശാചിക കേന്ദ്രങ്ങളിൽ പോയി കൈകൊട്ടിപ്പാട്ടും നിലവിളിയുമായിട്ട് പോകേണ്ട, യുവമാരുടെ പുറകെ പോകേണ്ട ആവശ്യം തിരിക്കുന്നു. അതെ, അത് അവന്മാര് ആൾക്കാരെ പറ്റിക്കണ മാത്രമല്ല ഒരു പബ്ലിക് ന്യൂസൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തിട്ട് ഇവന്മാര് പറയുന്നത് ഇതുപോലെ ഈ പറയുന്ന പോലെ പ്രോസ്പെരിറ്റിയുടെ സുവിശേഷമാണ്. ഇവന്മാര് പറയുന്നത് പ്രോസ്പെരിറ്റി സുവിശേഷം എന്ന് പറഞ്ഞ് നടക്കുന്നു. ദാരിദ്ര്യം ശാപമാണെന്ന് പറയുന്നു, രോഗങ്ങൾ ഇതെല്ലാം ശാപമാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് മനുഷ്യന്മാരെ എല്ലാവരെയും എന്താ പറയുന്നത്, വിദേശത്തോട്ട് വിസ അടിച്ചു കൊടുക്കുക, വലിയ വീട് പണിയിക്കുക, ആഡംബരം ആക്കുക, ഇതെല്ലാമാണ് ദൈവ കൃപ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവന്മാരിങ്ങനെയുള്ള ഈ പൈശാചി അത്ഭുതങ്ങളും അടയാളങ്ങളും ആണെന്ന് പറഞ്ഞ് ഈ സാത്താന്മാരുടെ പുറകെ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ ആരെങ്കിലും വേദപുസ്തകം വായിക്കുകയോ സ്വന്തം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയോ അവനവന്റെ കർമ്മം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ ഭൂമിയെ കുനിഞ്ഞ് ഒരു പണി ചെയ്യാതെ അവൻ അടുത്ത വീട്ടിൽ അവൻ അമേരിക്കയിൽ പോയി, അല്ലെ അവന് കോടികളുണ്ടായി, അവർക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഇവൻ നടക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അതായത് ഇതെല്ലാം ഇപ്പൊ ബൈബിളിൽ പറഞ്ഞ ഇതെല്ലാം സാത്താനിക് ചേർച്ചസ് ആണ്. ഈ പറയണ ഇപ്പോ തങ്കു ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുരേഷ് ബാബു ആയിക്കോട്ടെ, അല്ലെങ്കിൽ വോട്ടെവർ ഈ കാണുന്ന ഇപ്പോ റോമൻ, ഇതെല്ലാം സാത്താനിക് ചേർച്ചസ് ആണ്. ബൈബിളിന് വിരുദ്ധമായിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത്. സഹോദരന് ഡെറിക്കിന് ഇത് മനസ്സിലായത് വിശുദ്ധ വേദപുസ്തകം വായിച്ചത് കൊണ്ടല്ലേ? അതെ ഞാൻ എന്റെ പൊന്നു ബ്രദറെ, ഞാൻ കരുതി എന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ഞാൻ കരുതി ദൈവമേ ഇനി ബൈബിൾ വായിക്കാത്തതുകൊണ്ടാണോ, കുട്ടിയിരുന്ന് ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഇരുന്ന് വായിച്ചപ്പോ ഇതിനകത്ത് പറഞ്ഞേക്കണല്ല ഇവന്മാരി ചെയ്തു കൂട്ടണേ എന്റെ ഒപ്പം. അത് ബൈബിൾ വായിച്ചപ്പോഴാണ് എനിക്ക് ഇത് റിവീലായത്, എനിക്കിത് മനസ്സിലായത്, നിങ്ങൾ പറയുന്നത് സത്യമൊന്നും മനസ്സിലായത്. ആ വീഡിയോസ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഈ ആശയം നേരത്തെ ഉള്ളില് എന്റെ മനസ്സിലുണ്ട്, പക്ഷെ ഇതാരും പുറത്തു പറയുന്നില്ല. ഇത് പുറത്തു പറയുന്നവര് അവര് മാറ്റപ്പെട്ടവരാണ്, അവരുടെ ഉള്ളില് പിശാച് കയറി, അല്ലെങ്കിൽ അവര് ലോകത്തിന്റെ ആൾക്കാർ, ഇവര് പറയണ അങ്ങനെയാണ്. ഈ സെയിം ഒരു കൺസെപ്റ്റ് ബ്രദറിന്റെ വീഡിയോ കണ്ടപ്പോ ലോകത്തിന് മോഹം വേണ്ട, ലോകത്തിന്റെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇവന്മാര് നടക്കുന്നതോ ഏറ്റവും വലിയ ആഡംബരക്കാറില്, ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും ആഡംബര ഹോട്ടലുകളിൽ നിന്ന്, വസ്ത്രവിധാനം ഏറ്റവും ആഡംബരമായ രീതിയിൽ, എന്നിട്ട് സ്വർണ്ണം ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷെ 25,000 രൂപയുടെ കോട്ടിടാം, സൂട്ടിടാം, കോടികളുടെ കാർ ഉപയോഗിക്കാം. ഈ കൂട്ടത്തിൽ തന്നെ IPC AG, അതേപോലെ തന്നെ വേറൊരു കൂട്ടരുണ്ട് TPM എന്ന് പറഞ്ഞിട്ട്, ദ പെന്തക്കോസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞത്. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലാണ് അറിയാനിടയായത്. അവിടെ ഈ പള്ളിയിലെ അച്ഛന്മാര് പോലെ ഈ പ്രസംഗിക്കാൻ ഇങ്ങനെ എന്താ പറയാ, ഇതിലേക്ക് സുവിശേഷ വേലക്ക് ആകണ ഈ മറ്റേ ആളുകളുണ്ട്, മീൻസ് പാസ്റ്റർമാര് പോലത്തെ പാസ്റ്റർമാരും, അതുപോലെ പെണ്ണുങ്ങളും അതേപോലെ ആകും, ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അവര് കല്യാണമൊന്നും കഴിക്കില്ല, പള്ളിയിലെ അച്ഛന്മാരെ പോലെ. പെന്തക്കോസ്റ്റിന്റെ അകത്തുള്ള വേറൊരു കാറ്റഗറി TPM, ദ പെന്തക്കോസ്റ്റ് മിഷൻ. എന്റെ ബ്രദറെ, ഇവര് താമസിക്കുന്നത് എവിടെയെന്നറിയോ? ഇങ്ങനെ അയക്കണ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും പാർസനേജ് എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ അവര് താമസിക്കണേ. ഇതെന്താ ലിവിങ് ടുഗദർ, ഓൾഡ് ജനറേഷൻ ലിവിങ് ടുഗദർ. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കണ കാര്യമാണ്. ഞാനിത് പെന്തക്കോസ്റ്റില് ഇതിന്ന് വന്നൊരു പയ്യനോട് ഞാൻ അറിഞ്ഞപ്പോ വിളിച്ചു ചോദിച്ചു, അവൻ പറയണ സത്യമാണ്. ഇതൊക്കെ കൾട്ടാണ്, ജനങ്ങളെ പറ്റിക്കുക. അതാ അന്നേരം ഇത് ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക. അന്നേരം ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഈ പൈശാചിക പ്രസ്ഥാനങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കും, പിന്നെ ഏതാണ് ശരിയായ മാർഗം? അന്നേരം ആ ശരിയായ ഒരു മാർഗം ഞങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു തുടക്കം കുറിച്ചത്. ഇതിനകത്ത് നമുക്ക് ഒരേ ഒരു തിരുമേനിയുള്ളത് എന്തമ്പുരാൻ മാത്രം. ഇതിനകത്ത് എല്ലാവരും കർത്താവിൽ ശിഷ്യന്മാരാണ്. അതിനകത്ത് വേറെ പദവികളോ വേഷവിധാനങ്ങളോ ഒന്നുമില്ല, ആരമനകളോ മറ്റ് സൗഹൃദങ്ങളോ ഒന്നുമില്ല, പിരിവോ ദശാംശമോ സ്തോത്ര കാഴ്ചയോ ഒന്നുമില്ല. ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ വിളിക്കുവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന. അതെ, അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഞാൻ പല വീഡിയോ കണ്ടപ്പോഴേക്കാ വിളിക്കണമെന്ന് കരുതി, പക്ഷെ ഇതൊരു നല്ല കാര്യം കണ്ടപ്പോ എന്തായാലും വിളിച്ചേക്കാന്ന് കരുതി. നമ്മളൊരു സ്വയപ്രഖ്യാപനം, നമ്മളൊരു വിചിന്തനം നടത്തുക, ഒരു ആത്മപരിശോധന നടത്തി നമ്മൾ സ്വയം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി, ഈ നമുക്ക് എന്താ പറഞ്ഞ ഒരേ ഒരു ഇടയനും ഒരേ ഒരു ആട്ടിൻ പറ്റും. നമുക്ക് ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, വിശുദ്ധ വേദപുസ്തക വചനങ്ങളിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക.
ഇത് ഈ വചനങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മളൊരു ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് അവർക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ അനുഭവേദ്യമാകുക. ഇതേ ഉള്ളൂ. വീട്ടിൽ എന്റെ ഭവനം എന്റെ ആലയം എന്ന് പ്രഖ്യാപിക്കുക. അവിടെ ഇരുന്ന് ഞാൻ എന്റെ ദൈവത്തെ വിളിക്കുക. അതിനകത്ത് അതിന്റെ ഇടയ്ക്ക് ഒരു വേഷം കെട്ടുകാരനോ ഇടനിലക്കാരനോ ആവശ്യമില്ല. കള്ളന്മാരുടെ ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. ഒരുത്തരും പൈസ കൊടുക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഒരു ദശാംശവും ഒരു സ്തോത്ര കാഴ്ചയും വേണ്ട. ഒരു ദശാംശവും വേണ്ട. അതെ, ഈ ഒരു അവയർനെസ് എല്ലാ ജനങ്ങളിലും എത്തണം, എല്ലാ ക്രിസ്ത്യാനികളിലും. അതാ പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത അത്തരത്തിലുള്ള കൂട്ടായ്മകളാക്കി ഓരോ ആഴ്ചയിലും ഒരു കുടുംബത്തിൽ ഒന്നിച്ച് കുറച്ചു നേരം വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് പിരിയുക. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിനകത്ത് ഇവിടെ പൈസയുടെ ചെലവെന്തിരിക്കുന്നു? ആ കൂട്ടത്തിൽ പ്രസംഗിക്കാൻ കഴിവുള്ളവർ അല്ലെ ഒക്കെ സംസാരിക്കട്ടെ. പിന്നെ ഇവർ തമ്മിൽ എന്താ പറയുന്നത്, എന്താ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആവശ്യം വരുമ്പോൾ സഹായിക്കുകയും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടായ്മയായി മാറുക. ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നുള്ളൂ. അതെ. കുറെ മാസങ്ങളായിട്ട് ഇപ്പൊ ഞാനും എന്റെ ഭാര്യ ഞങ്ങൾ വീട്ടിൽ അത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങും പോണില്ല. കാരണം ഇവന്മാരെല്ലാം കള്ളന്മാരാ. ഇതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ തന്നെ നോക്കുക. ഒന്ന്, ഇവന്മാരുടെ ഈ പൈശാചിക പ്രസ്ഥാനങ്ങളിൽ പോയി ഇവന്മാര് വളർന്നത് പലരും ഓർത്ത് ഇടായത് നമുക്ക് എന്തോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണെന്നോ, ഞങ്ങൾ വേറെ ഏതോ ഇതുപോലെ ഇത് ലാഭകരമായ ഒരു ബിസിനസ് ആണെന്ന് കണ്ടെത്തി ഞങ്ങൾ അടുത്ത് കച്ചവടം തുടങ്ങിയതാണെന്നോ ഒക്കെ പലരും ഇതിനകത്ത് കമന്റുകൾ ഇട്ടേക്കുന്നുണ്ട്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനല്ല. ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഒരാളുടെ കയ്യിൽ നിന്നെങ്കിലും ഞങ്ങളൊരു സംഭാവനയോ സ്തോത്രകാഴ്ചയോ സഹായമോ സ്പോൺസർഷിപ്പോ ആയിട്ടോ ഇത് ഞങ്ങളുടെ ഈ മൈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുടെ കയ്യിൽ നിന്നും ₹1 പോലും മേടിച്ചൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ പോളിസി മാറ്ററാണ്. ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങത്തില്ല. ഞങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് പറ്റാവുന്ന രീതിയിലനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, മനുഷ്യർക്ക് സഹായം ചെയ്യുക. അങ്ങനെ ഓരോരുത്തരും ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ചുമതലയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ആശയം മാത്രം, ഒരു കൺസെപ്റ്റാ. ഓരോരുത്തരും പറയുന്നു എന്റെ ഭവനം എന്റെ ആലയം, എന്റെ ഭവനം എന്റെ ആലയം. എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ചാരിറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാഴ്ചയിൽ നമ്മൾ ഒരു നേരം നമ്മൾ ഒരു കുടുംബാംഗങ്ങൾ നമ്മൾ 5 പേരുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിച്ചില്ല. ആ വിശപ്പിന്റെ വില അറിയും. ആ ഭക്ഷണം, നമ്മുടെ 5 പേരുടെ ഭക്ഷണം നമുക്ക് ആർക്കെങ്കിലും, നമ്മുടെ അടുത്തുള്ള വിശക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്യാം. ഇതാണ് ചാരിറ്റി. ഇതുകൊണ്ട് ഈ ചാരിറ്റി പൈസ ഞങ്ങളുടെ തരാൻ ഞങ്ങൾ പറയത്തില്ല. ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. ഓരോരുത്തരെ എംപവർ ചെയ്യുക. ചാരിറ്റി ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ഏജൻസി, ചാരിറ്റി ഏജൻസി അല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞ് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ ഒരു വീടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഈ ആവശ്യത്തിനായിട്ട് വിട്ട് രോഗികൾക്ക് താമസിക്കാനായിട്ട്, സൗജന്യമായിട്ട് താമസിക്കാനായിട്ട് വിട്ടുകൊടുത്തു. അതുപോലെ ഓരോരുത്തരും ചെയ്യുക. നമ്മളിതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു കാറ്റലിസ്റ്റ് എന്നുള്ള ഒരു റോള് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. മൈ ചർച്ച് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും പറയുകയാണ് മൈ ചർച്ച്, മൈ ഹോം, മൈ ചർച്ച്, മൈ ഹോം, മൈ ചർച്ച്, എന്റെ ഭവനം എന്റെ ആലയം. ഓരോരുത്തരും അതുപോലെ പ്രവർത്തിക്കുക. പറ്റാവുന്ന രീതിയിൽ ആരോടും നമുക്കിത് ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഒരേ ഒരാളോട് മാത്രമേ ഉള്ളൂ. അതാരോടാ? തേന്തമ്പനാരോട് മാത്രം. വേറെ ഒരാളോടും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. വേറെ ഒരു കാര്യവും നോക്കേണ്ട ആവശ്യമില്ല. ഈ ലക്ഷ്യമാണ് മൈ ചർച്ച് മുന്നോട്ട് വെക്കുന്നത്. അന്നേരം സ്വയം പ്രഖ്യാപിക്കുക എന്റെ ഭവനം എന്റെ ആലയം. തീർച്ചയായും. അത് ഓൾറെഡി പ്രഖ്യാപിച്ചു. ആ സെയിം ആശയം കണ്ടുകൊണ്ട് അങ്ങോട്ട് വിളിക്കാന്ന് കരുതി വിളിച്ചു. ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞൊരു എലമെന്റ് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? സങ്കടം എന്നൊരു സാധനം അപ്പുറത്തെ സൈഡിൽ ഉള്ളത് കൊണ്ട് മാത്രമാ, ഇല്ലേ? അത് മാറുമ്പോഴാണ് നമുക്ക് സന്തോഷം എന്നൊരു അന്നേരം ഇതെല്ലാം ഇതിന്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അന്നേരം അതുകൊണ്ട് ഇതിനെ ഫേസ് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റൊന്നുമല്ല. ഇതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കും. മറ്റേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു അത്ഭുതവും അല്ല. നമ്മൾ അത്ഭുതം എന്താ നമ്മൾ അധ്വാനിക്കുക, നമ്മൾ ജീവിക്കുക സന്തോഷപൂർവ്വം. ഇതെല്ലാം അത് രോഗം വരും, പീഡകൾ വരാം, മറ്റുള്ള എല്ലാ പ്രതിസന്ധികളും വരാം. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ നമ്മൾ പ്രാർത്ഥനാപൂർവം അത് നേരിടുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ഷോർട്ട് കട്ടും നമ്മൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് അറിയില്ല. അത് സാധ്യമല്ല. ഈ ട്രാൻസ് സിനിമ ഉണ്ടല്ലോ, ട്രാൻസ് സിനിമ സത്യമായിട്ടുള്ള കാര്യമാണ് അതിൽ പറഞ്ഞേക്കണേ. അതിലാ മറ്റേ ഫാസിലെല്ലാം അഭിനയിച്ച് കാണിച്ചു വെച്ചേക്കണേ. സത്യമാണ്. പിന്നെ എന്റെ വൈഫിന്റെ ഫാദർ അവിടെ ട്രിവാൻഡ്രത്ത് ഒരു ക്രൈസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ആ പ്രൗഡ് ആ വ്യക്തി എന്തെന്നാ സൗഖ്യമായി എന്നൊക്കെ പറഞ്ഞ് ഷുഗർ മാറി എന്നൊക്കെ പറഞ്ഞ് വൈഫിന്റെ ഫാദർ ഷുഗറിന്റെ മരുന്നെടുക്കാതെ വർഷങ്ങളോളം കാണുന്ന മൊത്തം വലിച്ചു വാരി കഴിച്ചും കിടന്നു.
കഴിച്ച് നടന്നു, സൗഖ്യമായി ലാസ്റ്റ് മെലിഞ്ഞൊരു കോലായി. എന്നിട്ടും മരുന്ന് എടുക്കൂലായിരുന്നു. വിശ്വാസമല്ലേ, വിശ്വാസമാണ്. ദൈവം സൗഖ്യമാക്കി. ദൈവത്തിന്റെ ചോദ്യം ലാസ്റ്റ് ഇപ്പതേ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാ പറഞ്ഞ അന്നേരം ഇവന്മാർ ചെയ്യുന്ന ക്രൈം, അതായത് താങ്കൾ ഈ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതായത് ഈ ഓരോ പൈശാചിക കേന്ദ്രത്തിൽ പോയിട്ട്, അതായത് ജീവന്റെ വിലയുണ്ട് സമയത്തിന്, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ, അല്ല കിഡ്നി രോഗങ്ങൾ പോലുള്ള രോഗങ്ങളിൽ. അന്നേരം എന്ത് ചെയ്യും ഇവന്മാർ? ഇതുപോലെ ഫോൾസ് ഒരു ഫീൽ ഇവർക്ക് കൊടുക്കും, ഇതെല്ലാം ദൈവം നോക്കിക്കോളും, എല്ലാം സൗഖ്യമാക്കി എന്ന് പറയും. അന്നേരം എന്ത് ചെയ്യും ഇവന്മാരെന്ത് ചെയ്യും? അവന്റെ ആഹാരശൈലി നോക്കത്തില്ല, വ്യായാമം നോക്കത്തില്ല, മരുന്ന് കഴിക്കത്തില്ല, ഒരു കാര്യവും ചെയ്യത്തില്ല. എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ഇത് അഗ്രവേറ്റ് ചെയ്ത് ഇതിനെ രക്ഷപ്പെടുത്താൻ വയ്യാത്ത രീതിയിലായി കഴിയുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് മരണങ്ങൾ, ഇതിനെ കൊലപാതകങ്ങൾ എന്ന് പറയാം. ഇവന്മാരുടെ എല്ലാം പേരിൽ കൊലപാതകത്തിന് കേസെടുക്കണ്ടവന്മാരെ കേസ് എടുക്കാൻ പറ്റുമോ? നിയമം ഇവന്മാര് പല ക്രൈമും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ. അതാ പറഞ്ഞത്, ഇതെല്ലാം സാത്താനിക് ചേർച്ചസ് ആണ്. അന്നേരം ഇതിനെ സംബന്ധിച്ചിടത്തോളം അതെ ഈ അവയർനെസ് ആണ് ഓരോ ജനങ്ങൾക്കും ഉണ്ടാകേണ്ടുന്നത്. ഇപ്പൊ ഡെറിക്ക് പറഞ്ഞല്ലോ, ഇതിന് നമ്മുടെ ദൈവം തമ്പുരാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം ഇതേ നാമത്തിലുള്ള പൈശാചിക പ്രസ്ഥാനങ്ങളാണ്. തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഏതൊരു പുള്ളി ദൈവത്തോട് സംസാരിച്ചെന്നും പറഞ്ഞ് ഇപ്പോഴും അവന്റെ ചർച്ചിൽ ഇപ്പൊ ആൾക്കാർ പോയി കൈകൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാ പറഞ്ഞത്, മദ്യപാനത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടാന്ന് പറയുകയും ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ളതെന്ന് പറയുകയും സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞ അതേ അവസ്ഥ എല്ലാവരും, അവന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാലും, അതായത് ഈ വിദ്യാഭ്യാസമുള്ള മൊണ്ണകളാണ് ഏറ്റവും വലിയ. അവന്റെ വിദ്യാഭ്യാസത്തിലോ അവന്റെ പദവിയിലോ ജോലിയിലോ ഒന്നുമില്ല. IAS തലത്തിൽ തൊട്ട് ഡോക്ടേഴ്സ് തൊട്ട് ഓരോ പദവിയിലിരിക്കുന്നവന്മാർക്ക് ഇതുപോലെ ഈ ഇത്തരത്തിലുള്ള ഈ പൈശാചിക പ്രസ്ഥാനങ്ങളിൽ പോയി ഇവന്മാരുടെ പിടിയിലായി, ഇവന്മാരുടെ അടിമകളായി. എന്തിന്? ജഡ്ജിമാർ പോലും ഇവന്മാരുടെ അടിമകളായി പോയ അനുഭവങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരുന്നു. അറിയാം ജഡ്ജിമാര് ഓരോ കാര്യങ്ങൾ, എന്തിനു മന്ത്രിമാര് വരെ. അതൊക്കെ പോട്ടെ, അതൊക്കെ വെച്ചാൽ ഈ പറഞ്ഞ പോലെ മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ഇവന്മാർ ഇന്നലെ നാളെ വന്ന് ചില എന്താ പറഞ്ഞ മഷ്റൂം മുളച്ച് ചില പദവികൾ ആക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് പദവിയോ ക്വാളിറ്റിയോ ഒന്നും വേണ്ടല്ലോ. പക്ഷെ ഇതില് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന് മൊണ്ണകള്, രണ്ട് ഇവന്മാര് ഈ കള്ളത്തരം മനസ്സിലാക്കി ഈ കൾട്ട് സഭയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പൈസ, അതിൽ നിന്നുള്ള പെണ്ണ്, അതിൽ നിന്നുള്ള സുഖം, അതും കൂടെ മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നവന്മാരും ഉണ്ട് ഈ കൂട്ടത്തിൽ. അതാ പറഞ്ഞ ഇതിന്റെ മറവുകൾ എന്ന് പറഞ്ഞാൽ, അതാ പറഞ്ഞ ഇതിന്റെയൊക്കെ മറവിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താ പറഞ്ഞ ആത്മീയതയുടെ മറവിൽ നടത്താൻ പറ്റും. അതിനുള്ള ഈ ആത്മീയ അനാശാസ്യ കേന്ദ്രങ്ങൾ എന്ന് പറയാൻ പറ്റാവുന്ന കേന്ദ്രങ്ങളാണ് എല്ലാം എന്ന് മനസ്സിലാക്കണം. നമുക്കൊരു 10 രൂപ. അന്നേരം അതുകൊണ്ടാണ് അതിൽ നിന്നെല്ലാം ഒരു ലിബറേഷൻ. അതുകൊണ്ടാണ് റിപ്പബ്ലിക് ഡേ ദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ പൈശാചിക ചിന്തകളിൽ നിന്നൊരു മോചനം എന്ന രീതിയിലാണ് നമ്മുടെ സ്വന്തം, അതാ പറയുന്നത്, നമ്മുടെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏതവൻ വല്ലവന്റെ അടുത്തോട്ട് എന്തിനു പോകണം? നമ്മുടെ വീട്ടിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭവനമാണ് ആലയമെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയെന്ന്, അതല്ലേ ഏറ്റവും സേഫ്. നമ്മൾ ഈ മറ്റേ തോട്ട് കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ, വയ്യാവേലി തോട്ട് കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് പോയി ചെന്ന് കയറി കൊടുത്ത് എന്തിനാണ് ഈ പണി മേടിക്കുന്നത്? അതുകൊണ്ടാണ് അന്നേരം ഈ ഒരു സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇങ്ങനെ പല ടൈറ്റിലുകളിൽ പെട്ടുകിടക്കുന്ന ഈ കാലിൽ കൂച്ചുവിലങ്ങുമായിട്ട് കിടക്കുന്ന ഇവരെ മോചിപ്പിക്കുക, ഇവരെ ഒന്നിക്കുക. അവൻ ഏത് തലക്കെട്ടുമായിട്ട് നിന്നോട്ടെ, നോ ഇഷ്യൂ. They can become the part of my church. Already the part of my church. പ്രിയമുള്ളവരെ, ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ ജില്ലകളിലും, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് മൈ ചർച്ചിൻ്റെ കുടുംബ കൂട്ടായ്മകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. മൈ ചർച്ചിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും മൈ ചർച്ചിൻ്റെ ഭാഗമാകുന്നതിനും താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന നമ്പർ 9746681444. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746681444.